അതിവിചിത്രമാണ് ഹെർമിറ്റ് ക്രാബുകൾ എന്ന സന്യാസി ഞണ്ടുകളുടെ ജീവിതം. ഇവരുടെ ശരീരത്തെ പൊതിഞ്ഞ് സ്വന്തമായി ഒരു കവചമില്ല. കടൽ തീരങ്ങളിലെ വലിപ്പം പാകമാകുന്ന ഒഴിഞ്ഞ ശംഖുകൾ തേടിപ്പിടിച്ച് അതിൽ കയറിക്കൂടി അതും കൊണ്ടാണിവ സഞ്ചരിക്കുക, ഇര തേടുക, ഇണ തേടുക, 50-70 വർഷം ജീവിക്കുക. പിരിയൻ ശംഖുകൾ, കടലൊച്ചുകൾ അവയുടെയൊക്കെ കൂടിനുള്ളിലേക്ക് മൊത്തമായി കയറാൻ പറ്റും വിധം കൊഞ്ഞം തിരിഞ്ഞതാണ് ഇവരുടെ ശരീരം. ശരീരം വളരുന്നതിനനുസരിച്ച് ആ കൂടിനുള്ളിൽ ശരീരം വിങ്ങി നിറയാതിരിക്കാൻ ഇടയ്ക്ക് കൂട് മാറണം. പുതിയ കൂട് കിട്ടാൻ അതിൻ്റെ അളവെടുത്ത് ഇവർ അക്ഷരാർത്ഥത്തിൽ കൃത്യമായിട്ട് ക്യൂ നിൽക്കും. നമ്മളൊക്കെ എവിടെയെങ്കിലും കൃത്യമായിട്ട് അനുസരണയോടെ ക്യൂ നിൽക്കുന്ന ശീലം തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇവർ അത് തുടങ്ങിയിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി. നമ്മുടെ ജീവലോക സങ്കല്പങ്ങളെ തലകീഴായി മറിക്കുന്നതാണ് ഹെർമിറ്റ് ക്രാബുകൾ. കഴിഞ്ഞ മാസം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ പല കടൽ തീരങ്ങളിൽ, കാടുകളിൽ ഇവരുടെ അത്ഭുത ജീവിതം അന്വേഷിച്ച് ഞാൻ സഞ്ചരിച്ചിരുന്നു. ഇവരെ അടുത്ത് കണ്ടറിയാൻ പറ്റിയിരുന്നു. സ്വാഗതം സന്യാസി ഞണ്ടുകളുടെ ജീവലോകത്തിലേക്ക്. ഞണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു രൂപം കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ച് കടിച്ചാൽ പൊട്ടാത്ത കടുകട്ടി പുറം കവചമുള്ള ഇറുക്കുകൈകളുള്ള ഒരു വികൃത ജീവിയാണല്ലോ. എന്നാൽ ഹെർമിറ്റ് ക്രാബുകളുടെ പേരിൽ ഒരു ക്രാബ് ഉണ്ട് എന്നേ ഉള്ളൂ. ഇവർ ശരിക്കുള്ള ഞണ്ടുകളല്ല, ട്രൂ ക്രാബുകളല്ല. സാധാരണ ഞണ്ടുകൾ ബ്രാക്യൂറ എന്ന വിഭാഗത്തിൽ പെടുമ്പോൾ ഈ സന്യാസി ഞണ്ടുകൾ ഹെർമിറ്റ് ക്രാബുകൾ അനാമുറ എന്ന ഇൻഫ്രാ ഓർഡറിലെ പഗുറോയിഡിയ എന്ന സൂപ്പർ ഫാമിലിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പൊതുവായി പറഞ്ഞാൽ ഇവരൊക്കെയും ക്രസ്റ്റേഷ്യൻസ് എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. അതിൽപ്പെട്ട ഡെക്കാപ്പോഡ എന്ന ഓർഡറിലാണ് ക്രാബുകൾ, നമ്മുടെ ഞണ്ടുകൾ ഉൾപ്പെടുക. ചെമ്മീൻ, പ്രോൺ, ലോബ്സ്റ്റർ, ഷ്രിമ്പ് ഇതൊക്കെ ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുക. പൗരാണിക ഗ്രീക്ക് ഭാഷയിൽ ഡെക്കോസ് എന്ന് പറഞ്ഞാൽ 10 എന്നും പൗസ് എന്ന് പറഞ്ഞാൽ കാല് എന്നുമാണ് അർത്ഥം. 10 കാലുള്ള ആർത്രോപോഡ് ആണ് ഡെക്കാപ്പോഡുകൾ. ഇവരുടെ ഒരു ജോഡി കാലുകളെയാണ് നമ്മൾ ഇറുക്ക് നഖങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്. യഥാർത്ഥ ഞണ്ടുകളുടെ, ട്രൂ ക്രാബുകളുടെ വയർഭാഗം ശരീരത്തിനടിയിലേക്ക് മടങ്ങി കട്ടിയുള്ള തോടിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കും. എന്നാൽ സന്യാസി ഞണ്ടുകളുടെ വയർഭാഗം നീളമുള്ളതും മൃദുവുമാണ്. അതായത് അതിന് പുറത്തൊരു കവചമില്ല, സംരക്ഷണമില്ല. അതിനാൽ തന്നെ പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത് സുരക്ഷിതമല്ല. 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, ഇരപിടിയന്മാർ വേഗം കൊത്തി തിന്നും. രണ്ടാമത്തെ, വെയിൽ ചൂടടിച്ചാൽ വരണ്ടി ചത്തുപോകും. അതിനാലാണ് ഇവർക്ക് എപ്പോഴും അടിയന്തരമായി ഒരു കൂട് വേണ്ടി വരുന്നത്. കൂടില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും കൂട്ടിനകത്ത് കയറി ഒളിച്ച് അനങ്ങാതിരിക്കുന്ന ആ സ്വഭാവം മൂലമാണ് ഇവർക്ക് സന്യാസി ഞണ്ട്, ഹെർമിറ്റ് ക്രാബ് എന്ന പേര് വന്നത്. പുരാതന കാലത്ത് ലൗകിക ജീവിതം വെടിഞ്ഞ് ജനവാസ മേഖലകളിൽ നിന്നും മാറി മരുഭൂമിയിലെ ചെറിയ ഗുഹകളിലോ ആശ്രമങ്ങളിലോ ഏകാന്തമായിട്ട് തപസ്സനുഷ്ഠിക്കുന്ന ക്രൈസ്തവ സന്യാസിമാരെയാണ് ഡെസേർട്ട് ഫാദേഴ്സ്, അവരെയാണ് ഹെർമിറ്റുകൾ എന്ന് വിളിച്ചിരുന്നത്. ഹിമാലയ ഗുഹകളിൽ തപസ് ചെയ്തിരുന്ന നമ്മുടെ സന്യാസിമാരും അതുപോലെ ഒക്കെ തന്നെയായിരുന്നല്ലോ. നമ്മുടെ ഈ ഞണ്ടുകളും അവരെ പോലെ സമാനമായ രീതിയിൽ മറ്റാരും ഉപേക്ഷിച്ചു പോയ ശംഖിൻ്റെ കുഞ്ഞൻ ഗുഹക്കുള്ളിൽ പൂർണ്ണമായിട്ട് ഒതുങ്ങിക്കൂടി ഏകാന്തമായി ഇരുട്ടിൽ ജീവിക്കുന്നതിനാലാണ് ഇവർക്കും ഈ പേര് നൽകിയത്. ഇവരുൾപ്പെടുത്തിയിരിക്കുന്ന ഉപവർഗത്തിന്റെ പേരായിട്ടുള്ള പഗുറോയിഡിയ വന്നത് പഗുറസ് എന്ന പുരാതന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നവർ എന്നാണ്. കടൽ തീരങ്ങളിൽ ചത്തടിയുന്ന ശംഖുകളുടെ, കക്കകളുടെ, കടലൊച്ചുകളുടെ കൂടുകളുടെ ഉൾവശം പിരിയൻ രൂപത്തിലായിരിക്കുമല്ലോ. അതിനാൽ അതിൽ കയറാനും ഇറങ്ങാനും മൊത്തം ഉള്ളിലേക്ക് വലിഞ്ഞു ഒളിക്കാനും ഒക്കെ പറ്റും വിധം അസമമിതമായിട്ടുള്ള, അസിമെട്രിക് ആയിട്ടുള്ള ഒരു ശരീരഘടനയോടെ പരിണമിച്ചവരാണ് ഈ ഹെർമിറ്റ് ക്രാബുകൾ. മുട്ട വിരിഞ്ഞ് ജനിക്കുമ്പോൾ ഇവയുടെ ശരീരം അത്തരത്തിലല്ല, സിമെട്രിക് ആണ്. അതായത് ഇടതുവശവും വലതുവശവും ഒരുപോലെയുള്ളത്. ഇവയുടെ പുറംപാളി പലതവണ പൊഴിച്ചു കളഞ്ഞാണ് ഇവയുടെ ലാർവകൾ വളരുക. കുറേ ഘട്ടം കഴിയുമ്പോഴേക്കും ഇവയുടെ രൂപം ഈ ഇടതും വലതും ഒരുപോലെയല്ലാതെ അസിമെട്രിക് ആയിട്ട് മാറും. അതായത് അവയുടെ ശരീരത്തിന്റെ പിൻഭാഗം, അബ്ഡോമൻ, വയർഭാഗം വളരെ മൃദുവും പിരിയൻ രൂപത്തിലുമാകും. അതിനാലാണ് പിരിയൻ കൂടിനുള്ളിലേക്ക് ഇവർക്ക് ഞെക്കി ഞെരുങ്ങാതെ കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്നത്. അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഒരുവിധം എല്ലാ ഹെർമിറ്റ് ക്രാബുകളുടെയും ഈ മൃദുവായ ഉദരഭാഗം വലത്തോട്ട് പിരിഞ്ഞ രൂപത്തിലായിരിക്കും പരിണമിച്ചുണ്ടായിട്ടുണ്ടാകുക. കടലിലുള്ള ഭൂരിഭാഗം ഗാസ്ട്രോപോഡുകളുടെയും കടൽ ഒച്ചുകളുടെയും ശരീരവും ഇതുപോലെ വലംപിരിയായിരിക്കും. അതായത് ഈ ശംഖുകളുടെ ഉൾഭാഗം വലത്തോട്ട് തിരിഞ്ഞ വിധത്തിലായിരിക്കും ഉണ്ടാകുക. അവക്കുള്ളിലേക്ക് കൃത്യമായിട്ട് ഫിറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലത്തോട്ട് തന്നെ പിരിഞ്ഞ ഒരു ശരീരം ഇവർക്കും ഉണ്ടാകുന്നത്. ഇവയുടെ വയറിൻ്റെ അറ്റത്ത് ചെറിയ ഹുക്കുകൾ ഉണ്ടാവും. ഇതുപയോഗിച്ച് ഇവ ശംഖിൻ്റെ ഉള്ളിൽ മുറുകെ പിടിച്ചിരിക്കും. ഇവയുടെ മുന്നിലെ ഈ 2 ഇറുക്ക് കൈകളിൽ ഒന്ന് കുറച്ച് വലുതായിരിക്കും. അതിൻ്റെ നഖം അല്ലെങ്കിൽ അതിൻ്റെ ഇറുക്ക് ഭാഗം നല്ല വലിപ്പം ഉണ്ടാവും, മറ്റത് ചെറുതുമായിരിക്കും. ഭൂരിഭാഗ ഇനങ്ങളുടെയും ഇടത് കൈയായിരിക്കും അല്ലെങ്കിൽ ഇടത് നഖമായിരിക്കും അത്തരത്തിലുണ്ടാവുക. ശത്രുക്കൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഉടനെ തന്നെ പെട്ടെന്ന് ഒച്ചുകളൊക്കെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ തന്നെ ഈ ശംഖിനുള്ളിലേക്ക് ഇവർ വലിഞ്ഞു കയറും. എന്നിട്ട് ഈ വലിപ്പമുള്ള ഈ ഇടത് നഖം കൊണ്ട് അതിൻ്റെ വായ്ഭാഗം മൂടി അടച്ച് പിടിക്കും, ശരിക്കുമുള്ള ഒരു അടപ്പ് പോലെ.
സന്യാസി ഞണ്ടുകൾ രണ്ട് വിധത്തിലുണ്ട്. കടലിൽ ജീവിക്കുന്നവയും കരയിൽ ജീവിക്കുന്നവയും. മറൈൻ ആൻഡ് ടെറസ്ട്രിയൽ. പൂർണ്ണമായിട്ടും കരയിൽ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആണ് എന്ന് പറയാൻ പറ്റില്ല, സെമി ടെറസ്ട്രിയൽ. കടലിനോട് ചേർന്നിട്ടുള്ള കരപ്രദേശങ്ങളിൽ കാടുകളിലൊക്കെയാണ് അവ ജീവിക്കുക. വെള്ളത്തിലല്ലാതെ ഇവരുടെ മുട്ട വിരിയില്ല. അതുപോലെ തന്നെ ഇവർക്ക് ശ്വാസം കഴിക്കണമെങ്കിലും നനവ് വേണം. അതുകൊണ്ട് തന്നെ വെള്ളത്തിനടുത്ത് അല്ലെങ്കിൽ കടലിനടുത്ത് മാത്രമേ ഇവർ സാധാരണ ജീവിക്കാറുള്ളൂ. കരയിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന സന്യാസി ഞണ്ടുകൾ, ഹെർമിറ്റ് ക്രാബുകൾ കൊയിനോബിറ്റിഡെ എന്ന ഫാമിലിയിൽ, കുടുംബത്തിലാണ് ഉൾപ്പെടുക. ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന നല്ല ചൂടും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഹ്യൂമിഡിറ്റിയും ഉള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ സാധാരണയായിട്ട് ഉണ്ടാവുക. ഇൻഡോ പസഫിക് ദ്വീപുകൾ, അതായത് ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ഇന്തോനേഷ്യൻ ദ്വീപുകൾ, ഇവയിലൊക്കെ അവയുണ്ട്. അതേപോലെ തന്നെ കരീബിയൻ ദ്വീപുകൾ, മധ്യ അമേരിക്കൻ തീരങ്ങൾ, പസഫിക് സമുദ്രത്തിലെ മറ്റു ഉഷ്ണമേഖലാ ദ്വീപുകൾ എന്നീ പ്രദേശങ്ങളിലൊക്കെ തീരങ്ങളോട് ചേർന്ന് ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകളെ, പലതരത്തിലുള്ള പല സ്പീഷീസുകളിലുള്ള ഹെർമിറ്റ് ക്രാബുകളെ നമുക്ക് കാണാം. വടക്കൻ ആൻഡമാനിലെ സാഡിൽ പീക്ക് ദേശീയോദ്യാനത്തോട് ചേർന്നിട്ടുള്ള തീരങ്ങളിലും അതുപോലെ തെക്കൻ ആൻഡമാനിലെ ഷോൽബേ ബീച്ചിലുമൊക്കെ ധാരാളം ഹെർമിറ്റ് ക്രാബുകളെ എനിക്ക് കാണാൻ പറ്റി. ഇവിടുത്തെയൊക്കെ ഒരു പ്രത്യേകത, കടലിനോട് ചേർന്നാണ്, തീരത്ത് തന്നെയാണ് വലിയ മരങ്ങളുള്ള കൊടുങ്കാടുകളുള്ളത്, അതായത് കോസ്റ്റൽ റെയിൻ ഫോറസ്റ്റുകൾ. അതേപോലെ കണ്ടൽക്കാടുകളും ധാരാളമായിട്ട് ഇവിടെയുണ്ട്. നമ്മുടെ കേരളത്തിലെ തീരങ്ങളിലും ധാരാളം ഇനം ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകളുണ്ട്. 40ഓളം ഹെർമിറ്റ് ക്രാബുകളെ അവിടെ നിന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആൻഡമാൻ തീരങ്ങൾ സന്യാസി ഞണ്ടുകളുടെ ഒരു സാമ്രാജ്യം തന്നെയാണ്. ഇത്തരം ഞണ്ടുകൾക്ക് ശ്വസിക്കാൻ വായുവിൽ നല്ല ഈർപ്പം വേണം. ഇവരുടെ കൂടിനുള്ളിൽ ഇങ്ങനെ വെള്ളം നിറക്കണം. തണുപ്പുള്ളതോ വരണ്ടതോ ആയിട്ടുള്ള രാജ്യങ്ങളിലെ കരയിൽ ഇവർക്ക് അത്തരത്തിലുള്ള ഈർപ്പമോ നനവോ ലഭിക്കാത്തതിനാൽ തന്നെ അവിടെയൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തായാലും ലോകത്തെങ്ങുമായിട്ട് 800-ലധികം ഹെർമിറ്റ് ക്രാബ് സ്പീഷീസുകൾ ഇത്തരത്തിലുള്ള ശംഖിനെ കൊണ്ടുള്ള കടലൊച്ചുകളുടെ കൂടുമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജൈവവൈവിധ്യ പറുദീസയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സാഡിൽ പീക്ക്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ എത്തിയത് മൺസൂൺ തുടങ്ങുന്ന ഈ സമയത്ത് തന്നെയാണ്. എങ്കിലും നിലത്തധികം അട്ടകളൊന്നുമില്ല. ഈ കാണുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെ മീറ്ററുകൾക്കപ്പുറത്താണ് തീരം. ശരിക്കും രാത്രി സഞ്ചാരികളാണ് ഇവർ. അവർ ഏറ്റവും സജീവമാവുക രാത്രിയാണ്. പകലിറങ്ങിയാൽ വെയിൽ കൊണ്ടാൽ ഇവർ ഉണങ്ങി ചത്തുപോകും. കൂടെ ഇരപിടിയന്മാരുടെ റിസ്ക്കും ഉണ്ട്. എൻ്റെ കാലടി ശബ്ദം കേട്ടാൽ നിമിഷം കൊണ്ട് ഫ്രീസ് ചെയ്തതുപോലെ ഇവരൊക്കെയും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി അനങ്ങാതെ നിൽക്കും. കുറച്ച് സമയം അനങ്ങാതെ നിന്നാൽ പതുക്കെ ഇവർ ഈ കൂടിനുള്ളിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് കാണാം. അതിനിടയിൽ ഞാൻ പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പതുക്കെ ഈ കുഞ്ഞ് ആൻറ്റിനെ കണ്ണുകൾ പുറത്തേക്ക് ഇറക്കി ഒന്ന് നോക്കും. എന്നെ കണ്ടാൽ വീണ്ടും അത് ഉള്ളിലോട്ട് വലിച്ച് അനങ്ങാതെ വീണ്ടും നിൽക്കും. പിന്നെ എന്നെക്കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നിയപ്പോൾ പതുക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. എങ്കിലും വേഗത്തിലൂടി ഏതെങ്കിലും ഇലയുടെ അടിയിൽ ഒളിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. രാത്രി തീരങ്ങളിൽ വന്നാൽ ഇവരുടെ സംസ്ഥാന സമ്മേളനം തന്നെയായിരിക്കും ഇവിടെ. പല വലിപ്പത്തിൽ പല രൂപത്തിലുള്ള കൂടുകളുമായിട്ട് ഓടി നടക്കുന്ന ഹെർമിറ്റ് ക്രാബുകൾ. പലതരം കൂടുകളുമായിട്ട് നടക്കുന്നവരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. കടലൊച്ചിൻ്റെ കൂടൊന്നും കിട്ടിയില്ല, ഉള്ളുപൊള്ളയായിട്ടുള്ള മരത്തടിയൊക്കെ ഇവർ കൂടാക്കിയിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ മൂടി ഒക്കെ കൂടായിട്ട് എടുത്തിട്ട് നടക്കുന്നുണ്ടാവും. അതൊന്നും അത്ര സുരക്ഷിതമല്ല, പലപ്പോഴും അപകടം സംഭവിക്കുകയും ചെയ്യും. എന്നാലും എന്തുകൊണ്ടായിരിക്കും ഈ ആൻഡമാനിലെ തീരങ്ങളിൽ മാത്രമായിട്ട് ഇത്രയധികം ഹെർമിറ്റ് ക്രാബുകളെ കാണുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ വർഷത്തിൽ ഭൂരിഭാഗം സമയവും മഴ പെയ്യുന്നുണ്ട്. കാടും കടലും ഒക്കെ ഇങ്ങനെ ചേർന്ന് തൊട്ടടുത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ വായു ഈർപ്പത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അത് ഇവരുടെ ഗില്ലുകൾ ഉണങ്ങിപ്പോകാതെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകൾ ഉള്ളത്. അതും കൂടാതെ ഈ പ്രദേശങ്ങളിലെ കടലുകളിൽ കൂടിയ അളവിൽ പലതരത്തിലുള്ള ഈ ഗ്യാസ്ട്രോപോഡുകൾ, കടലൊച്ചുകൾ, ശംഖുകൾ ധാരാളമായിട്ടുണ്ട്. അവ ഇങ്ങനെ ചത്തുപോകുമ്പോഴൊക്കെ അവ കരക്കടിയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഞണ്ടുകൾക്ക് ആവശ്യത്തിനുള്ള പല സൈസിലുള്ള കൂടുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവയുടെ എണ്ണം കൂടിക്കൊണ്ടുമിരിക്കും. കൂടാതെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ പല തീരപ്രദേശങ്ങളും സംരക്ഷിത വനപ്രദേശങ്ങളും കൂടിയാണ്. മനുഷ്യരുടെ ഇടപെടൽ വളരെ കുറവാണ് അവിടങ്ങളിൽ. ഓരോ വർഷവും 5 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളാണ് ഇവിടെ വരുന്നതെങ്കിലും ആരും ഇത്തരത്തിലുള്ള ശംഖൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകുന്നത് നിരോധിച്ചിട്ടുണ്ട്, കുറ്റകരമാണ്. അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വിമാനത്താവളത്തിൽ നിന്നും പിടിക്കപ്പെടുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും ഓരോ ശംഖ് എടുത്തു കൊണ്ടുപോയാൽ തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ശംഖുകളാണ് ഇവിടെ നിന്നും നഷ്ടമാവുകയും ചെയ്യുക. അതും കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം കുറവാണ്. ഈ ഇത്തരത്തിലുള്ള ഞണ്ടുകൾക്ക് സ്വതന്ത്രമായിട്ട് പെരുമാറാൻ ആ തീരങ്ങളിൽ നല്ല സാഹചര്യവുമാണ്. കരയിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള സന്യാസി ഞണ്ടുകൾക്ക് നേരിട്ട് ശ്വാസം നമ്മളൊക്കെ വലിക്കുന്നത് പോലെ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കാനുള്ള കഴിവില്ല. ഇവർക്കും മത്സ്യങ്ങളെ പോലെ പുകിലകളാണുള്ളത്, ഗില്ലുകളാണുള്ളത്. പക്ഷേ മീനുകളെ പോലെ വെള്ളത്തിലെ ഓക്സിജനെ വലിച്ചെടുക്കാൻ ഇവരുടെ ഗില്ലുകൾക്ക് കഴിയുകയുമില്ല. അതായത് വളരെ കൗതുകകരമാണ്. ഗില്ലുകളാണുള്ളത്, വെള്ളത്തിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല, കരയിലെ വായു വേണം താനും. അതായത് ഇവയുടെ ഗില്ലുകൾ അന്തരീക്ഷത്തിലെ ഓക്സിജനെ നേരിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ പരിണമിച്ചുണ്ടായവയാണ്. പക്ഷേ അവിടെ നനവ് വേണം, വെള്ളം വേണം. മീനുകളെ പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴല്ല ഇവർക്ക് ഓക്സിജനെ വലിച്ചെടുക്കാൻ പറ്റുക. അല്പം നനവുള്ള ഗില്ലുകളിലൂടെ
അന്തരീക്ഷത്തിലെ ഓക്സിജനെ തന്നെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവരെപ്പോഴും കടൽ തീരത്തോ നീരൊഴുക്കിനോട് ചേർന്നോ മാത്രം ജീവിക്കുന്നത്. കൂടാതെ ഇവർ ഇടയ്ക്ക് വെള്ളത്തിനടുത്ത് പോയിട്ട് അവരുടെ കൂടിനുള്ളിലേക്ക് അല്പം വെള്ളം കയറ്റി വെക്കും, നിറച്ചു വെക്കും. അതായത് പുറമെ ജീവിതമൊക്കെ കരയിലാണെങ്കിലും ഈ ശംഖിന്റെ ഉള്ളിൽ ഒരു മിനി അക്വേറിയം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ഇവർ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വാട്ടർ കണ്ടീഷൻ സിസ്റ്റം അതിനുള്ളിൽ അവർ എപ്പോഴും നിലനിർത്തുന്നുണ്ട്. കാര്യം ഗുരുതരമാണ്. ഈ ഗില്ലെങ്ങാൻ ഉണങ്ങിപ്പോയാൽ പിന്നെ ശ്വാസം കഴിക്കാൻ പറ്റില്ല. പറഞ്ഞു വന്നാൽ വെള്ളത്തിലിട്ടാൽ നീന്താനൊക്കെ പറ്റുമെങ്കിലും അതിനുള്ളിൽ നിന്ന് ശ്വാസം കഴിക്കാൻ ഇവർക്ക് പറ്റില്ല. ഇവരുടെ കുട്ടികൾ, ലാർവകൾ വെള്ളത്തിലാണ് മെറ്റമോർഫോസിസ് ഒക്കെ കഴിയുന്നത്. അതിൽ നിന്നാണ് അവർ വളരുന്നത്. ആ കാലത്തൊക്കെ ഇവർക്ക് വെള്ളത്തിനുള്ളിൽ നിന്ന് ശ്വസിക്കാൻ പറ്റും. പക്ഷെ ഉറപൊഴിച്ച് വളർന്ന് മുതിർന്നതായി കഴിഞ്ഞാൽ ഇവരെ വെള്ളത്തിൽ കുറേ സമയം അമർത്തിപ്പിടിച്ചാൽ, മുക്കിപ്പിടിച്ചാൽ അവ ചത്തുപോകും. അതായത് ഇവരുടെ ഗില്ലുകൾക്ക് വെള്ളത്തിനുള്ളിലെ ഓക്സിജനെ വേർതിരിച്ചെടുക്കാനുള്ള ശേഷി ഈ പരിണാമഘട്ടത്തിന് ഇടയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയി. ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ പകൽ ചൂടിൽ സൂര്യൻ്റെ നേരിട്ടുള്ള പ്രകാശം തട്ടിയാൽ ഇവരുടെ ഗില്ലുകൾ ഉണങ്ങിപ്പോകുന്നതിനാലാണ് ഇവർ പരമാവധി രാത്രി മാത്രം പുറത്തിറങ്ങുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇവരുടെ മൃദുവായിട്ടുള്ള വയറിൻ്റെ അടിയിലെ ഈ ചർമ്മത്തിലൂടെ ചെറിയ അളവിൽ ശ്വസനം നടത്തി അതിജീവിക്കാൻ ഇവർക്ക് പറ്റും. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നതിന് പറയും. ശരീരത്തിന് എന്തെങ്കിലും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്കിട്ട കാല് ഏതെങ്കിലും പിടിക്കുകയോ ഒക്കെ ചെയ്താൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കാല് മുറിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം ഇവർക്കുമുണ്ട്. നമ്മുടെ പല്ലിയൊക്കെ വാല് മുറിക്കുന്നത് പോലെ ഓട്ടോട്ടോമി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇവരിലുമുണ്ട്. പക്ഷേ പ്രശ്നമൊന്നുമില്ല. അടുത്ത മോൾട്ടിങ് ഉറപൊഴിക്കലോട് കൂടിയിട്ട് ആ പുതിയ കാലവിടെ മുളച്ചു വന്നോളൂ. ഇതുപോലുള്ള കാടുകളിലെ മരങ്ങളിൽ നിന്നും വീണ് കിടക്കുന്ന ചീഞ്ഞ പഴങ്ങൾ, ഇലകൾ, കൂണുകൾ, മറ്റ് ജീവികളുടെ വിസർജ്യങ്ങൾ എന്നിവയൊക്കെ ഇവർ കഴിക്കും. ഇവിടെ ഇപ്പോഴും നല്ല മഴയുണ്ട്, നല്ല തണുപ്പാണ്, ഈർപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ വിശന്നവർ ഈ പകലും പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നത്. കടൽ തീരത്ത് തിരമാലകൾ അടുപ്പിക്കുന്ന ചത്തമീനുകൾ, ഞണ്ടുകൾ, സമുദ്രപ്പായലുകൾ എന്നിവയൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അതായത് ഈ സന്യാസി ഞണ്ടുകൾ ഒരു സർവ്വഭക്ഷകരാണ്, ഒമ്നിവോറസ് ആണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഭക്ഷണം കണ്ടെത്തുന്നതും അത് മാറ്റുന്നവരും ഒക്കെയാണ്. അതായത് ഓപ്പർച്യൂണിസ്റ്റിക് കൂടിയാണ് ഇവർ. എന്തായാലും കാട്ടിലെയും കടൽ തീരത്തെയും ഒക്കെ ജൈവ മാലിന്യങ്ങൾ തിന്നു തീർത്ത് ഇങ്ങനെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ ഇവർക്ക് നല്ല പങ്കുണ്ട്. ഇവരുടെ ശരീര വളർച്ചയ്ക്ക് കുറേ കാൽഷ്യം ആവശ്യമാണ്. പുതുതായിട്ടുണ്ടാകുന്ന എക്സോസ്കെൽട്ടൻ അല്പമൊക്കെ കട്ടിയുള്ളതാകാൻ, ചില ഭാഗങ്ങളെങ്കിലും കട്ടിയുള്ളതാകാൻ കാൽഷ്യം വേണം. അതിനുവേണ്ടി ഇവർ കടൽ തീരത്തെ കക്കത്തോടുകളൊക്കെ ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നാറുണ്ട്. അതായത് പലപ്പോഴും ഇവരുടെ തന്നെ എക്സോസ്കെൽട്ടൻ, ഇവരുടെ പൊഴിച്ചു കളഞ്ഞ കൂട് അവർ ഭക്ഷണമാക്കും. തലക്ക് മുകളിലുള്ള ഈ നീളമുള്ള ആൻറ്റിനകൾ ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുമുള്ള രാസഗന്ധ തന്മാത്രകളെ തിരിച്ചറിയാനുള്ള കഴിവ്, ഓൾഫാക്ടറി സെൻസ് ഇവർക്കുണ്ട്. അതായത് ഇവർക്ക് മണം പിടിക്കാനുള്ള വലിയ കഴിവുണ്ട്. വളരെ ദൂരെ പോലും ഒരു മീൻ ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മണം തിരിച്ചറിഞ്ഞ് ഇവർ അവിടെ എത്തും. കൂടാതെ ഇവരുടെ ഈ ഘ്രാണശക്തിയെ പറ്റിയിട്ട്, മണം പിടിക്കാനുള്ള കഴിവിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടത്തിയ ഗവേഷകർ കണ്ട കൗതുകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചീഞ്ഞഴുകുന്ന പഴങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരുന്ന ഗന്ധം അസിറ്റോണിൻ്റെതും എത്തനോളിൻ്റെതും ഒക്കെയാണല്ലോ. ഈ മണം ഇവരെ ഭ്രാന്തമായിട്ട് ആകർഷിക്കും. അതുകൊണ്ട് തന്നെ ബീച്ചുകളിലൊക്കെ വിനോദസഞ്ചാരികൾ മദ്യപിച്ച് വലിച്ചെറിഞ്ഞ കുപ്പികളുടെ ഉള്ളിലേക്ക് ഇവർ വലിഞ്ഞു കയറും. ആ മദ്യത്തിൻ്റെ ഗന്ധം ഇവരെ ഭ്രാന്തമായിട്ട് ആകർഷിക്കും. കുടിച്ച് ലഹരിയിലാവും. അങ്ങനെ കുപ്പിക്കുള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാതെ ചത്തു കിടക്കും. ഇവരുടെ കണ്ണുകളും വളരെ കൗതുകകരമായിട്ടുള്ളതാണ്. നീളമുള്ള 2 തണ്ടുകളുടെ അറ്റത്ത് പിടിപ്പിച്ചതുപോലെയാണ് ഇവരുടെ കണ്ണുകൾ. സ്റ്റാക്ക്ഡ് ഐസ് എന്ന് പറയും. ഇതിന് 360 ഡിഗ്രിയും തിരിക്കാൻ പറ്റും. എന്നാൽ കരയിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ കണ്ണുകളുടെ ഈർപ്പം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവ അവരുടെ മുന്നിലെ ചെറിയ കാലുകൾ കൊണ്ട് നമ്മൾ കണ്ണടയൊക്കെ ഇടക്ക് തുടക്കുന്നത് പോലെ കൃത്യമായ ഇടവേളകളിൽ ഈ കണ്ണിങ്ങനെ തുടച്ച് നനയ്ക്കുകയും അതിലെ അഴുക്കൊക്കെ കളയുകയും ചെയ്യും. അങ്ങനെ ഈർപ്പമുള്ളതായിട്ട് സൂക്ഷിക്കും. സന്യാസി ഞണ്ടുകളുടെ ആണും പെണ്ണും തമ്മിൽ വലിപ്പത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആൺഞണ്ടുകളായിരിക്കും വലിപ്പം കൂടുതൽ. പ്രത്യുത്പാദന കാലമാകുമ്പോൾ ആൺഞണ്ടുകൾ പെൺഞണ്ടുകളെ ആകർഷിക്കാൻ വേണ്ടി തങ്ങളുടെ ആ വലിയ നഖങ്ങൾ, ചെലിപ്പേർഡ്സ്, വായുവിൽ ഇങ്ങനെ വീശി പ്രത്യേക ആംഗ്യങ്ങളൊക്കെ കാണിക്കും. പലപ്പോഴും ഒരു പെൺഞണ്ടിന് വേണ്ടിയിട്ട് ഒന്നിലധികം ആൺഞണ്ടുകൾ ഇങ്ങനെ യുദ്ധം നടത്താറുണ്ട്. എന്തായാലും സന്യാസി ഞണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇണചേരൽ എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച നിമിഷങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഇവരുടെ പിൻഭാഗം വളരെ മൃദുവാണ്. അത് ഈ കൂടിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇണചേരാൻ വേണ്ടി ആണിനും പെണ്ണിനും ഈ ശരീരം കൂടിനുള്ളിൽ നിന്നും പുറത്തെടുത്തേ പറ്റൂ. ആൺഞണ്ട് പെൺഞണ്ടിന്റെ ഈ കൂടിന് പുറത്ത്, ശംഖുകൂടിന് പുറത്ത് ഈ വിരൽ നഖം കൊണ്ട് ഇങ്ങനെ മുട്ടി മുട്ടി വിളിച്ച് പുറത്തിറങ്ങാൻ പറയും. തുടർന്ന് രണ്ടുപേരും തങ്ങളുടെ ശംഖുകൾ പരസ്പരം ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഈ ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം പുറത്തേക്ക് ഇറക്കി ഇണചേരും. ഈ സമയത്ത് ഏതെങ്കിലും ശത്രുജീവി, പക്ഷിയോ മറ്റ് വലിയ വേറെ ഞണ്ടുകളോ ഒക്കെ വന്നാൽ ഇവരുടെ കാര്യം കഷ്ടമാണ്. ഇവർക്ക് സാധാരണ പോലെ പെട്ടെന്ന് വലിഞ്ഞ് കൂടിനുള്ളിലേക്ക് കയറി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ വളരെ പെട്ടെന്നായിരിക്കും ഇവരുടെ ഇണചേരൽ. ഇണചേരലിന് ശേഷം പെൺഞണ്ട് ലക്ഷക്കണക്കിന് മുട്ടകൾ ഇട്ട് അത് ശരീരത്തോട് ചേർത്ത് പിടിക്കും. പെൺഞണ്ടിന്റെ വയറിന്റെ ഭാഗത്തുള്ള ചെറിയ പ്രത്യേക തരത്തിലുള്ള കാലുകൾ കൊണ്ടാണ് ഇവയൊക്കെയും ചേർത്ത് പിടിക്കുക.
അതിനുശേഷം അവർ രണ്ടുപേരും ശംഖിനുള്ളിലേക്ക് തിരിച്ചു കയറും. മുട്ടകൾ വിരിയുന്നത് വരെ ഏകദേശം 1 മാസം എടുക്കും അതിന്. ഈ മുട്ടകൾ അമ്മ ഞണ്ടിന്റെ ഈ ശംഖ് കൂടിനുള്ളിൽ സുരക്ഷിതമായിരിക്കും. ഈ ശംഖിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളവും അതിന്റെ ഈർപ്പവും ഒക്കെ മുട്ടകൾ നശിക്കാതെ സംരക്ഷിക്കും. തീരത്തിൽ നിന്നും അല്പം അകന്ന് കാടുകളുടെ ഉള്ളിൽ ജീവിക്കുന്ന ചിലതരം ലാൻഡ് ഹെർമിറ്റുകൾ പോലും മുട്ട വിരിയാറാകുമ്പോൾ കൂട്ടത്തോടെ ഈ കടൽ തീരത്തേക്ക് ഓടി വരും. ലക്ഷക്കണക്കിന് അമ്മ സന്യാസിനി ഞണ്ടുകൾ കാടിനുള്ളിൽ നിന്നും കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഒഴുക്കിവിടാനായി കടൽ തീരത്തേക്ക് കൂട്ടമായിട്ട് ഇങ്ങനെ വരും. സന്യാസി ഞണ്ടുകളുടെ മുട്ടകൾക്ക് വിരിയാൻ കടൽ വെള്ളം വളരെ അത്യാവശ്യമാണ്. സാധാരണ വായുവിൽ വെച്ചിട്ട് അവർക്ക് വിരിയാൻ പറ്റില്ല. ബീച്ചിലെത്തിയ ഈ അമ്മ ഞണ്ടുകളൊക്കെയും വേലിയേറ്റ സമയത്ത് കടലിലേക്ക് ഇറങ്ങി നിൽക്കും. തിരമാലകൾ വന്നിങ്ങനെ അടിക്കുമ്പോൾ അവൾ തൻ്റെ വയറുഭാഗം കുടഞ്ഞ് ഈ മുട്ടകളെയൊക്കെ വെള്ളത്തിലേക്ക് ഒഴുക്കിവിടും. വെള്ളത്തിൽ തൊടുന്ന നിമിഷം തന്നെ ഈ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വരും. മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഈ കുഞ്ഞുങ്ങൾ ഞണ്ടുകളുടെ രൂപത്തിലേ അല്ല, അവസോയ, മെഗലോപ്പ എന്നൊക്കെ പേരുള്ള ലാർവ ഘട്ടങ്ങളൊക്കെ കടന്നിട്ടാണ് വളരുക. ഈ കുഞ്ഞുങ്ങൾ മാസങ്ങളോളം കടൽ വെള്ളത്തിൽ പ്ലവകങ്ങളും പ്ലാങ്ടനുകളൊക്കെ തിന്ന് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കും. ഈ സമയത്ത് ഭൂരിഭാഗം ഈ ഞണ്ടു കുഞ്ഞുങ്ങളെ മുഴുവനും മീനുകളൊക്കെ തിന്നു തീർക്കും. അതിജീവിച്ച് ഈ ലാർവൽ ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കുന്നവ പതുക്കെ കടൽ തട്ടിലേക്ക് പോകും. കടൽ തട്ടിലുള്ള ഏതെങ്കിലും ചെറിയ ഒഴിഞ്ഞ ശംഖുകൂടിനുള്ളിലേക്ക് കയറും. അങ്ങനെ സ്വന്തമായിട്ടൊരു വീടൊക്കെ ആയി കഴിഞ്ഞാൽ പതുക്കെ നീങ്ങി നീങ്ങി കരയിലേക്ക് വരും. അങ്ങനെ ഒരു കുട്ടി സന്യാസി ഞണ്ടായി അവർ മാറും. കടൽത്തീരത്തെത്തിയാൽ അവർ നടന്ന് കരയിൽ കയറും, കാട്ടിലേക്ക് കയറും. പിന്നീട് അവർ ഒരിക്കലും കടലിൽ ജീവിക്കാൻ വേണ്ടി തിരിച്ചു പോകുന്നില്ല. കരയിലെ സന്യാസിമാരായിട്ട് അങ്ങനെ ജീവിക്കും. ഹെർമിറ്റ് ഞണ്ടുകളുടെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ ഈ വീടില്ലാതാകലാണ്. ഞണ്ട് വളരുന്നതിനനുസരിച്ച് പഴയ കൂട് പറ്റാതാകുമല്ലോ, അതായത് അത് ചെറുതാകും. പുതിയൊരു ഒഴിഞ്ഞ വലിയ ശംഖ് കണ്ടെത്തിയാൽ ഇവർ നടത്തുന്ന പെരുമാറ്റത്തെ സിങ്ക്രണൈസ്ഡ് വേക്കൻസി ചെയിൻ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഒരു വലിയ ഒഴിഞ്ഞ ശംഖ് കണ്ടുകിട്ടിയാൽ തനിക്ക് പാകമാകാതെ അല്പം വലുതാണെങ്കിൽ ആദ്യം എത്തുന്ന ഞണ്ട് അതിൽ കയറില്ല. അവൻ അവിടെ കാത്തു നിൽക്കും. ഒഴിഞ്ഞ ശംഖിന്റെ മണമടിച്ച് മറ്റു ഞണ്ടുകളും അവിടെ എത്തും. തുടർന്ന് അവർ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയവൻ മുതൽ ചെറിയവൻ വരെ ഒരു വരിയായി ക്യൂ ആയിട്ട് നിൽക്കും. വന്നവരിൽ ഏറ്റവും വലിയ ആ ശംഖിന് പാകമായ ഞണ്ട് അതിന് കിട്ടിയ ആ പുതിയ ശംഖിലേക്ക് മാറുമ്പോൾ അവന്റെ തൊട്ടു പിന്നിൽ നിന്ന ഞണ്ട് അവൻ ഊരി മാറ്റിയ കൂടിലേക്ക് മിന്നൽ വേഗത്തിൽ കയറും. ഇങ്ങനെ ചെയിൻ പോലെ നടക്കും. അങ്ങനെ ഒരൊറ്റ പുതിയ ശംഖ് കാരണം ആ വരിയിലുള്ള എല്ലാ ഞണ്ടുകൾക്കും ഒരേ സെക്കൻഡിൽ പുതിയ വീട് ലഭിക്കുന്നു. ഈ ക്യൂ നിൽക്കൽ ഒരു അമ്പരപ്പിക്കുന്ന പ്രതിഭാസം തന്നെയാണ്. തനിക്ക് പറ്റുന്ന അടുത്ത സൈസ് കൂടുള്ളവനെ ഇവർ കണ്ടെത്തുന്നത് അതിന്റെ കൂടിന്റെ വലിപ്പം തൊട്ടെറിഞ്ഞും നോക്കിയെറിഞ്ഞും ഒക്കെയാണ്. ഇത്തിരി പോന്ന ആ തലച്ചോറിൽ ഇത്രയും കണക്ക് കൂട്ടലോ എന്ന് നമ്മൾ തലക്ക് കൈവച്ചു പോകും. അതും കൂടാതെ കൃത്യമായ വലിപ്പമുള്ള ആൾ വരും വരെ ബഹളം വെക്കാതെ വരി തെറ്റിക്കാതെ ഇവർ ക്യൂ നിൽക്കും. ഇടയ്ക്ക് പാകമായ ആൾ വന്നാൽ അയാളെ കൃത്യമായ ഇടത്ത് ക്യൂവിൽ കയറ്റുന്നതും ഒക്കെ കണ്ടാൽ നമ്മൾ നാണിച്ച് മൂക്കത്ത് വിരൽ വെക്കും. ലക്ഷക്കണക്കിന് വർഷമായിട്ട് ഈ ഹെർമിറ്റ് ഞണ്ടുകൾ നടത്തുന്ന ഈ ക്യൂ സിസ്റ്റം ഇപ്പോഴും ഈ 2026 നമുക്ക് പറ്റുന്നില്ല. എന്നാലും ഇവരുടെ പേര് സന്യാസി ഞണ്ട് എന്നൊക്കെയാണെങ്കിലും ഈ ഭവന പ്രതിസന്ധി വന്നാൽ ഇവർ എല്ലാം മറന്ന് കടുത്ത കൊള്ളക്കാരുടെ സ്വഭാവം കാണിക്കും. സാധാരണയായിട്ട് ഇവർ ചത്ത ശംഖുകളുടെ ഒഴിഞ്ഞ കൂടുകൾ മാത്രമാണ് ഇങ്ങനെ വീടിനായിട്ട് എടുക്കുക. എന്നാൽ പാകമായ ഒരു പുതിയ വീട് കിട്ടാതിരിക്കുമ്പോൾ ഇവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പിന്നെ അറ്റാക്ക് മോഡിലേക്ക് മാറും. അതായത് ഗ്യാസ്ട്രോപോഡുകളെ, ജീവനുള്ള ശംഖുകളെ തന്നെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അതിനുള്ളിലുള്ള ജീവിയെ കൊന്ന് അതിൻ്റെ കഷ്ണങ്ങൾ മുഴുവൻ പുറത്തേക്കിടും, നല്ല ക്ലീൻ ആക്കും. എന്നിട്ട് ആ ശംഖ് അതിൻ്റെ സ്വന്തം വീടാക്കി മാറ്റും. അത്രയുമല്ല, ചിലപ്പോൾ സ്വന്തം പാകമായിട്ടുള്ള വീട് കിട്ടാതായാൽ സ്വന്തം വർഗ്ഗക്കാരെ തന്നെ അത്തരം വലിയ കൂടുകളിൽ നിന്നും പുറത്തേക്ക് ചാടിക്കും. ചിലപ്പോൾ ഞണ്ടുകളുടെ ലോകത്തെ റിയൽ എസ്റ്റേറ്റ് മഫിയകളാണ് ഹെർമിറ്റ് ഞണ്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഞണ്ട് ഇത്തരത്തിൽ വീടിന് വേണ്ടിയിട്ട്, പുതിയ കൂടിന് വേണ്ടിയിട്ട് മറ്റൊരു ഞണ്ടിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ചില ശാസ്ത്രീയ കണക്കുകൂട്ടലുകളൊക്കെ ചെയ്യും. അതിൻ്റെ കാലുകൊണ്ട് മറ്റേ ഞണ്ട് എടുത്തിരിക്കുന്ന വീടിൻ്റെ കൂടിൻ്റെ അളവൊക്കെ അളന്നെടുക്കും. തൻ്റെ ശരീരത്തിന് അത് കൃത്യമായി പാകമാകുമെന്ന് ഉറപ്പായാൽ മാത്രമേ ആക്രമണമൊക്കെ നടത്തൂ. അല്ലാതെ തനിക്കൊട്ടും കൊള്ളാതെ തോടാണെങ്കിൽ, പാകമാകാത്ത തോടാണെങ്കിൽ അതിന് അവർ മുതിരാറില്ല. എന്നാൽ ചിലപ്പോൾ ഒരു ചെറിയ ഞണ്ടിന് അതിന് പാകമാകാത്ത അത്ര വലിപ്പമുള്ള കുറച്ചും കൂടി വലിയ ഒരു കൂട് കിട്ടിയെന്ന് കരുതുക. ഈ കൂട് കണ്ട് കൊതി പിടിച്ച് അതിന് പാകമാകുന്ന വേറൊരു ഞണ്ട് പുറകെ കൂടും. എന്നിട്ട് ആ ചെറിയവനെ തല്ലി ഓടിച്ച് അത് കൈക്കലാക്കും. പിള്ളേർക്ക് ഇത്ര വലിയ കൂടൊന്നും വേണ്ട എന്നും പറഞ്ഞ്. അതായത് ഈ ഞണ്ടുകളുടെ ലോകത്ത് കൃത്യമായിട്ടുള്ള അളവിൽ വീടൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഗുണ്ടാ വിളയാട്ടം നടക്കും. കടലിനടിയിൽ മാത്രം ജീവിക്കുന്ന ഹെർമിറ്റ് ഞണ്ടുകൾക്ക് ഇങ്ങനെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകളൊന്നുമില്ല. ഭൂമിയിൽ എവിടെയും കടലുണ്ടെങ്കിൽ അവിടെയൊക്കെയും അവരുണ്ടാകാം. അതായത് ലോകത്തിന്റെ ഒരുവിധം എല്ലാ ഭാഗത്തും കടലിൽ ഇവർ ഉണ്ടാകാം. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങി ലോകത്തിലുള്ള എല്ലാ പ്രധാന കടലുകളിലും ഇവർ ജീവിക്കുന്നുണ്ട്. അലാസ്ക, നോർവേ, അന്റാർട്ടിക്ക തുടങ്ങി അതിശൈത്യ മേഖലകളിലെ കടലിനടിയിൽ പോലും ഇവയുടെ പ്രത്യേക ഇനങ്ങൾ
ജീവിക്കുന്നുണ്ട്. ആഴം കുറഞ്ഞ തീരക്കടലുകൾ മുതൽ സൂര്യപ്രകാശം ഒട്ടും എത്താതെ ആയിരക്കണക്കിന് അടി ആഴമുള്ള ശാന്തമായ കടലിന്റെ അടിത്തട്ടിൽ വരെ ഇവയെ കണ്ടെത്താൻ സാധിക്കും. ഇത്തരം കടൽ ഹെർമിറ്റ് സന്യാസി ഞണ്ടുകളിൽ ചില സ്പീഷീസുകൾക്ക് ജീവിതത്തിൽ ഒരു പക്ക ബിസിനസ് പാർട്ട്ണർ കൂടി ഉണ്ടാവും. സീ അനിമോൺ എന്ന കടൽ ചെടി പോലെയുള്ള ഒരു ജീവി. ഇതൊരു വൺ സൈഡ് പ്രണയമല്ല, രണ്ടുപേർക്കും ലാഭമുള്ള കച്ചവടമാണ്. ഞണ്ട് ഈ അനിമോണിനെ തൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ കൂടിൻ്റെ മുകളിൽ ചുമന്നുകൊണ്ട് നടക്കും. പകരമായിട്ട് ഈ ഞണ്ടിനെ ആക്രമിക്കാൻ വരുന്ന ഗുണ്ടകളിൽ നിന്നും ഈ സീ അനിമോൺ അതിനെ രക്ഷിക്കുകയും ചെയ്യും. സീ അനിമോണിന്റെ ഈ കൈകൾ പോലെയുള്ള ടെൻഡക്കിൾസിൽ ശത്രുക്കളെ തളർത്താൻ കെൽപ്പുള്ള നെമറ്റോസിസ്റ്റുകൾ എന്ന് പറയുന്ന വിഷകോശങ്ങളുണ്ട്. ഈ ഞണ്ട് തൻ്റെ കൂടിന് മുകളിൽ ഈ ഒരു സീ അനിമോണിനെ പ്രതിഷ്ഠിക്കുന്നതോടെ ഞണ്ടിനെ തിന്നാൻ വരുന്ന ഒക്ടോപ്പസുകളും മറ്റു മത്സ്യങ്ങളുമൊക്കെ ഇതിനെ കണ്ട് പേടിച്ചോടും. അല്ലെങ്കിൽ ഒരു AK-47 ഒരു കാവൽക്കാരനെ നിർത്തിയതുപോലെയാണ് അവർക്ക് തോന്നുക. ഇവർ ഇരുവരും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് അബദ്ധത്തിലുണ്ടായതൊന്നുമല്ല. ഞണ്ടുകൾ വളരെ ആസൂത്രിതമായിട്ട് സീ അനിമോണുകളെ തങ്ങളുടെ ദേഹത്ത് പറ്റിച്ചു വെക്കുന്നതാണ്. ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു സീ അനിമോണിനെ കണ്ടാൽ ഈ ഹെർമിറ്റ് ഞണ്ട് പതുക്കെ അതിൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് തൻ്റെ കാലുകൾ കൊണ്ട് സീ അനിമോൺ പാറയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് പതുക്കെ ഒരു തട്ടി ഉണർത്തലും തലോടലും ഒക്കെ നൽകും. ടിക്ലിംഗ് അല്ലെങ്കിൽ മെസ്സേജിങ് എന്നൊക്കെ പറയും. ഈ മെസ്സേജിങ്ങിനിടയിൽ അതിൻ്റെ സുഖത്തിൽ ഈ സീ അനിമോൺ ഈ പാറയിലുള്ള പിടുത്തം അങ്ങ് വിടും. അപ്പോഴാ ഞണ്ട് അനായാസമായിട്ട് അതിനെ പതുക്കെ എടുത്ത് തൻ്റെ കൂടിന് മുകളിൽ അങ്ങ് വെക്കും. ഈ സീ അനിമോണുകൾക്ക് സ്വന്തമായിട്ട് സഞ്ചരിക്കാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ അല്ലെങ്കിൽ ഒട്ടിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ അവരങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുക, പാറയുടെ മുകളിലൊക്കെ. എന്നാൽ ഞണ്ടിൻ്റെ ഈ കൂടിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്നതോട് കൂടിയിട്ട് ഇതിന് സൗജന്യമായിട്ട് കടലിനടിയിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. ഞണ്ട് വലിയ നഖങ്ങൾ ഉപയോഗിച്ച് ഇരകളെയൊക്കെ പിടിച്ച് കറുമുറ മുറിച്ച് തിന്നുമ്പോൾ അതിൻ്റെ മാംസത്തിൽ പല ഭാഗവും ഈ വെള്ളത്തിൽ കലരും. അപ്പോൾ ആ അവശിഷ്ടങ്ങളും ഒക്കെ മുകളിലുള്ള സീ അനിമോൺ ഭക്ഷണമാക്കും. അതുപോലെ ഞണ്ട് നിരന്തരമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാതെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ഒക്കെ സീ അനിമോണിൽ ലഭിക്കുകയും ചെയ്യും. ഇനി വേറൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, ഹെർമിറ്റ് ഞണ്ടുകൾ പതുക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ വളരുമ്പോൾ ആ പഴയ കൂട് അതിന് പാകമാകാതെ ആവും. അപ്പോൾ പുതിയ കൂട്ടിലേക്ക് അതിന് മാറണം. ഈ സമയത്തും ഈ ഞണ്ട് അതിൻ്റെ കൂടിന് മുകളിലുള്ള സീ അനിമോണിനെ മറക്കില്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കില്ല. അത് തൻ്റെ നഖങ്ങൾ കൊണ്ട് അവിടെ നിന്നും ഈ സീ അനിമോണിനെ വീണ്ടും പറിച്ച് തൻ്റെ പുതിയ കൂടിൻ്റെ മുകളിൽ സ്ഥാപിക്കും. സീ അനിമോൺ തൻ്റെ പുതിയ കൂടിന് മുകളിൽ നന്നായിട്ട് ഉറച്ചു നിൽക്കുന്നത് വരെയും ഈ നഖങ്ങൾ കൊണ്ട് അവൻ താങ്ങി പിടിക്കും. ഇതിനെയാണ് സയൻസിൽ ഫാക്കൽറ്റീവ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതായത് ഒന്നിച്ച് ജീവിച്ചാൽ രണ്ടുപേർക്കും സൂപ്പർ, പിരിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടുപേർക്കും അവരുടേതുപോലെ ജീവിക്കുകയും ചെയ്യാം. അതായത് ഒരാളുടെ സഹായമില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റാതില്ല. അതേപോലെ തന്നെ ഒരാളെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് പരാതമായിട്ട് ജീവിക്കുന്നുമില്ല. ആഴക്കടലിൽ ജീവിക്കുന്ന സ്റ്റൈലോബാറ്റസ് എന്ന ജനുസിൽപ്പെട്ട ഹെർമിറ്റ് ഞണ്ടുകളുടെ ദേഹത്ത് അല്ലെങ്കിൽ കൂടിന് മുകളിൽ നിൽക്കുന്ന സീ അനിമോണുകൾ ചിലപ്പോൾ അവർക്ക് ഇതിലും കൂടിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇത്തരം ഞണ്ടുകളുടെ കൂടിന് മുകളിൽ നിൽക്കുന്ന സീ അനിമോൺ ഒരു പ്രത്യേകതരം പ്രോട്ടീനും ചൈറ്റനും കലർന്ന ഒരു ദ്രാവകം പതുക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ കവചം പതുക്കെ സൃഷ്ടിക്കപ്പെടും. ഞണ്ട് വളരുന്നതിനനുസരിച്ചിട്ട് ഈ സീ അനിമോൺ ഉണ്ടാക്കുന്ന ഈ കവചവും മുന്നോട്ട് പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കും. അതായത് ഈ ചിറ്റിൻപാളി ഒരു കുഴൽ പോലെ മുന്നോട്ട് നീണ്ടുവരുന്നു. ഇതിന്റെ ഫലമായിട്ട് വളരുന്ന ഞണ്ടിന് നിൽക്കാൻ വേണ്ടി കുറച്ചും കൂടി കൂടുതൽ സ്ഥലം കിട്ടും. അതായത് അതിന് പുതിയ ശങ്ക അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതായത് ഒരു വീടിന്റെ മുൻവശത്ത് ഷെഡ് കെട്ടി അത് പതുക്കെ പതുക്കെ അതിന് ചുറ്റും കല്ലൊക്കെ വെച്ച് അത് മുറിയാക്കി വീട് പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി വരുന്നത് പോലെയാണ് സംഭവിക്കുന്നത്. ഈ സീ അനിമോൺ ആ ശങ്കിന്റെ കവാടം മുന്നോട്ട് നീട്ടി വിസ്താരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈ വീട് ജീവിക്കുന്ന വീടായിട്ടാണ് കണക്കാക്കുന്നത്. കടലിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ഞണ്ടുകൾക്ക് വലിയ ഭീഷണിയാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ശംഖുകൾ കിട്ടാതാവുമ്പോൾ ഇവർ കുപ്പികളുടെ മൂടുകളും കപ്പുകളും ഒക്കെ കൂടായിട്ട് തിരഞ്ഞെടുത്ത് കളയും. പ്ലാസ്റ്റിക്കിന് എന്തായാലും ഈ ശംഖിന്റെ സംരക്ഷണം നൽകാൻ പറ്റില്ലല്ലോ. ഈ കൗതുക ജീവിയെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിൽ കൊളുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ഇവയും മറ്റു ഞണ്ടുകളെ പോലെ തന്നെ ഭക്ഷണ പദാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടാതെ അമേരിക്കയിലും യൂറോപ്പിലും ചിലപ്പോഴും ഇന്ത്യയിലെ പല മെട്രോ നഗരങ്ങളിൽ പോലും ഹെർമിറ്റ് ക്രാബുകളെ ഒരു കൗതുക ജീവിയായിട്ട് പെറ്റായിട്ട് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിൽപ്പനക്കുള്ള വലിയ ബിസിനസ്സും നടക്കുന്നുണ്ട്. ഹ്യൂമിഡിറ്റിയും ഊഷ്മാവും ഒക്കെ നിയന്ത്രിച്ച് വെള്ളം നിറച്ച് മണലൊക്കെ വിരിച്ച് പ്രത്യേക തരത്തിലുള്ള ഗ്ലാസ് കൂടുകളിൽ ഡ്രൈ അക്വേറിയങ്ങളായിട്ട് ഇവയെ വ്യാപകമായിട്ട് വളർത്തുന്നുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഇവക്കുള്ള ശംഖുകളിൽ കൂടുകളിൽ പ്രത്യേക തരത്തിലുള്ള ചിത്രപ്പണികളും പെയിന്റിങ്ങുകളും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അതിലിടുന്നത്. ഫാൻസി ഷെല്ലുകൾ അല്ലെങ്കിൽ പെയിന്റഡ് ഷെല്ലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഈ ജീവികളോട് ചെയ്യുന്ന കടുത്ത ക്രൂരതയാണ്. ഈ പെയിന്റിലെ വിഷാംശം മൂലം തന്നെ ഇവരുടെ ഗില്ലുകൾ പതുക്കെ പ്രവർത്തനരഹിതമാവും. ഇവർക്ക് ശ്വാസം കഴിക്കാൻ പ്രശ്നങ്ങളുണ്ടാവും. ഇതിലും വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ ഈ ഞണ്ടുകൾ സ്വാഭാവികമായിട്ട് പ്രകൃതിയെ അല്ലാതെ പ്രത്യുത്പാദനം നടത്താൻ
പറ്റാത്തവരാണല്ലോ. അതായത് ഇവരുടെ കുഞ്ഞുങ്ങൾ വളരണമെങ്കിലും കടൽ വെള്ളത്തിൽ തന്നെ വീഴണം, അവിടെയുള്ള പ്ലാങ്ടനുകളൊക്കെ കഴിച്ച് പല ഘട്ടങ്ങളായിട്ട് ഉറപ്പൊഴിച്ചതിന് ശേഷമാണ് ഇവരുടെ കുഞ്ഞുങ്ങൾ വളർച്ചയെത്തുക. അതൊന്നും ഇത്തരത്തിലുള്ള കൂടുകളിൽ സാധ്യമല്ല. അഥവാ ഹെർമിറ്റ് ഫാമിംഗ് എന്നത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കടൽ തീരങ്ങളിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുവന്നാണ് ഇത്തരത്തിലുള്ള അക്വേറിയങ്ങളിൽ ഇടുന്നത്. എന്നിട്ട് ഇവരുടെ പുതിയ പെയിന്റ് ചെയ്തിരിക്കുന്ന കൂടുകളിലേക്ക് കയറാൻ ഇവയെ ചൂടാക്കുകയോ പുറകിൽ നിന്നും സൂചി ഉപയോഗിച്ചുകൊണ്ട് തുളച്ച് കുത്തുകയോ ഒക്കെ ചെയ്യും. സ്വാഭാവിക പ്രകൃതിയിൽ ചിലപ്പോൾ 12, 20, 50, 70 വർഷമൊക്കെ ജീവിക്കുന്നവരാണ് പല സ്പീഷീസുകളും. പക്ഷേ ഇവയൊന്നും ഈ കൂടുകളിൽ അത്രകാലം ജീവിക്കില്ല. അതായത് ഇത്തരം ഞണ്ടുകൾ ഇത്തരം കൂടുകളിൽ ഒരു കഠിന തടവാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. ഒരു കൗതുകത്തിന് വേണ്ടി ആളുകൾ ചെയ്യുന്നത് ഈ ജീവിയോട് ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ്. ഇന്ത്യയിൽ ഇതുവരെയായിട്ട് 5 കുടുംബങ്ങളിലായി 26 ജനുസുകളിലായിട്ട് 112 സ്പീഷീസ് ഹെർമിറ്റ് ഞണ്ടുകളെയാണ് ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മാത്രം ഇതുവരെയായിട്ട് 46 സ്പീഷീസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം, കേരളത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരായിട്ടുള്ള ഡോക്ടർ ബിജുകുമാറും ഡോക്ടർ രശ്മിയും ഒക്കെ പുതിയ പല സ്പീഷീസുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും പലതിനെയും കണ്ടെത്തുമെന്നും ഉറപ്പാണ്. ഈ ജീവിയുടെ ഇനിയും വളരെയേറെ രഹസ്യങ്ങൾ കൂടി തെളിഞ്ഞു വരുമെന്നത് ഉറപ്പാണ്. നമുക്ക് കാത്തിരിക്കാം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ ജീവികൾ മുതൽ വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.